ദൈവസന്നിധിയിൽ വരുവാൻ തക്കവണ്ണം കർത്താവ് തന്ന അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ് ജീസസ്. ഇന്ന് കർത്താവിന്റെ വചനം, കർത്താവ് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കർത്താവിന്റെ വചനം ഞങ്ങൾക്ക് ഇന്ന് വിളമ്പി തരാൻ പോകുന്നതിനായിട്ട് അങ്ങനെ സ്തുതിക്കുന്ന കർത്താവെ. താങ്ക് യു ലോർഡ്. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഇന്ന് ധ്യാനിക്കാനായിട്ട് കർത്താവ് തന്ന ചിന്ത പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം, എക്സഡസ് ചാപ്റ്റർ 2. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു ഭാഗമാണ്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. എന്നാൽ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവിയ കന്യകയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. അവൻ സൗന്ദര്യമുള്ളവൻ എന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിച്ചു വെച്ചു. ഈ ഒളിച്ചു വെച്ചതിനെ പറ്റി എബ്രായ ലേഖനത്തില് എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം 23-ാം വാക്യം. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടിട്ട് രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് they were not afraid of the king's edict അല്ലെങ്കിൽ കിങ്സ് കമാൻഡ്. 3 മാസം കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചു. തിരിച്ച് നമുക്ക് പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലോട്ട് വരാം. 3-ാം വാക്യം. അവനെ പിന്നെ ഒളിച്ചു വെപ്പാൻ കഴിയാതെ ആയപ്പോൾ അവളൊരു ഞാങ്ങണ പെട്ടകം വാങ്ങി അതിന് പശയും കീലും തേച്ചു പൈതലിനെ അതിൽ കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു. അവൻ എന്ത് ഭവിക്കുമെന്ന് അറിയുവാൻ അവന്റെ പെങ്ങൾ ദൂരത്ത് നിന്നു. അപ്പോൾ ഫറവോന്റെ പുത്രി നദിയിൽ കുളിപ്പാൻ വന്നു. അവളുടെ ദാസിമാർ നദീതീരത്തുകൂടി നടന്നു. അവൾ ഞാങ്ങണയുടെ ഇടയിൽ പെട്ടകം കണ്ടപ്പോൾ അതിനെ എടുത്തുകൊണ്ട് വരുവാൻ ദാസി അയച്ചു. അവൾ അത് തുറന്നാറെ പൈതലിനെ കണ്ടു. കുട്ടി ഇതാ കരയുന്നു. അവൾക്ക് അതിനോട് അലിവ് തോന്നി. ഇത് എബ്രായരുടെ പൈതങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞു. അവന്റെ പെങ്ങൾ ഫറവോന്റെ പുത്രിയോട്, ഈ പൈതലിന് മുല കൊടുക്കേണ്ടതിന് ഒരു എബ്രായ സ്ത്രീയെ ഞാൻ ചെന്ന് വിളിച്ചുകൊണ്ട് വരയണമോ എന്ന് ചോദിച്ചു. ഫറവോന്റെ പുത്രി അവളോട് ചെന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. കന്യക ചെന്ന് പൈതലിന്റെ അമ്മയെ വിളിച്ചുകൊണ്ട് വന്നു. ഫറവോന്റെ പുത്രി അവളോട്, നീ ഈ പൈതലിനെ കൊണ്ടുപോയി മുല കൊടുത്ത് വളർത്തണം, ഞാൻ നിനക്ക് ശമ്പളം തരാമെന്ന് പറഞ്ഞു. സ്ത്രീ പൈതലിനെ എടുത്തുകൊണ്ട് പോയി മുല കൊടുത്ത് വളർത്തി. പൈതൽ വളർന്ന ശേഷം അവൾ അവനെ ഫറവോന്റെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുപോയി. അവൻ അവൾക്ക് മകനായി. ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവൾ അവന് മോശ എന്ന് പേരിട്ടു. ഇനി നമ്മൾ തിരിച്ച് എബ്രായ ലേഖനത്തിലോട്ട് ഒന്നും കൂടെ വരാം. എബ്രായ ലേഖനം അതിന്റെ 23 നമ്മൾ ആദ്യം വായിച്ച് 24 വായിക്കുക. അപ്പൊ ഈ വിശ്വാസത്താൽ മോശ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടി കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രൈം വിട്ടുപോന്നു. ഞാൻ ഈ ദിവസങ്ങളിൽ ഈ ഭാഗം ആക്ച്വലി വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സൺഡേ സ്കൂൾ പഠിപ്പിക്കാനായിട്ടാണ് ഈ അധ്യായം വായിക്കാനായിട്ട് ഇടയായത്. ഞാൻ ഈ അധ്യായം വായിച്ചപ്പോൾ എനിക്ക് ഒരു മാതാപിതാക്കളുടെ, പ്രത്യേകിച്ച് ഒരു മാതാവിന്റെ എത്ര മാത്രം ഇൻഫ്ലുവൻസ് ഒരു കുഞ്ഞിന്റെ മേലെ പുലർത്താൻ കഴിയും, ചെലുത്താൻ കഴിയും എന്ന് ചിന്തിക്കാൻ ഇടയായി. മൂന്ന് ഭാഗമായിട്ടാണ് ഈ മാതാപിതാക്കളുടെ കാര്യം കാണുന്നത്. അവരുടെ വിശ്വാസം, ആക്ച്വലി മാതാപിതാക്കളുടെ വിശ്വാസം മാത്രം മതി ഒരു കുഞ്ഞിനെ ദൈവഭയത്തിൽ നിർത്താൻ എനിക്ക് ഈ ഭാഗം വായിച്ചപ്പോൾ മനസ്സിലായി. വേറെ ഒന്നും വേണ്ട. എത്ര സാഹചര്യങ്ങൾ എതിരെ ആയാലും ആ കുഞ്ഞ് നിലനിൽക്കും. ആദ്യത്തെ ഭാഗത്ത് അവര് രാജകൽപ്പന ഭയപ്പെട്ടില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മള് ചിന്തിച്ചാൽ നമുക്ക് പലപ്പോഴും ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന സമയത്ത് ഭയപ്പെടാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്, അല്ലെ? അന്നത്തെ ഫറവോൻ രാജാവിന്റെ കൽപ്പനയായിരിക്കും നീലനദിയിൽ ഇടുന്നതായിരിക്കും. പക്ഷെ ഇന്നാണെങ്കിലോ നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുമുള്ള ലോകം അത്ര വഷളായിട്ടായിരിക്കുന്നത്. ഇത്രയും വഷളായിട്ടിരിക്കുന്ന ഈ ലോകത്തില് ഏറ്റവും മോശമായിട്ടുള്ള ഇൻഫ്ലുവൻസസ് ആയിരിക്കുന്നത്. നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഈ അമ്മ ചെയ്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ആദ്യത്തെ 3 മാസം മാതാപിതാക്കൾ അവനെ ഒളിച്ചു വെച്ചു എന്ന് ഞാൻ വായിക്കുന്നത്. ആദ്യത്തെ കുറച്ച് നാള് കുഞ്ഞുങ്ങളെ ലോകത്തിന്റെ ഇൻഫ്ലുവൻസിൽ നിന്ന്, കേടായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഒളിപ്പിച്ചു വെക്കുന്നത് വളരെ പ്രധാനമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം
ഒരു ഞാൻ എപ്പോഴും വിഷമത്തോടെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. പലപ്പോഴും ആദ്യമായിട്ട് കുഞ്ഞുങ്ങളെ ഒന്ന് ആ, അടക്കിയിരുത്താൻ വേണ്ടി പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഞാൻ ഓർക്കുമായിരുന്നു അവിടെ തുടങ്ങുക നമ്മുടെ വേൾഡ്ലി ഇൻഫ്ലുവൻസ്. അതായത് ഈ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചു. തെറ്റായിട്ടുള്ള എല്ലാം നമുക്കറിയാം. ചില കാര്യങ്ങൾ ചെയ്താൽ ഈ കുഞ്ഞ് തെറ്റായിട്ടുള്ള ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. വളരെ ശ്രദ്ധയോടെ ഞാൻ ഓർക്കുന്നു. ഞങ്ങളുടെ ഏറ്റവും ഇളയ മകൾ വളർന്നു വന്നപ്പോൾ ബാക്കി 3 കുഞ്ഞുങ്ങളും സ്കൂളിൽ പോയി. അപ്പൊ ഇവള് തനിയെ വീട്ടിൽ ഇരിക്കുമ്പോൾ ചിലപ്പോ അന്ന് ഉണ്ടായിരുന്ന കുഞ്ഞിനെ നോക്കാനായിട്ടുണ്ടായിരുന്ന സഹോദരി അന്ന് മൊബൈൽ ഫോൺ ഒന്നും ഇല്ലായിരുന്നു. ഫുൾ ടൈം അവര് TV വെച്ചിട്ട് ഇരിക്കുമായിരുന്നു. അപ്പൊ ഈ കുഞ്ഞ് ഈ TV കണ്ടുകൊണ്ടിരിക്കുന്നത് 2 വയസ്സിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അന്ന് ഇത്രയും കാര്യങ്ങളൊന്നും അറിയില്ല. വളരെ വിഷമമായി. ദൈവമേ ഇതെങ്ങനെ മാറ്റാൻ കഴിയും? കാരണം ഞങ്ങൾ വീട്ടിലില്ല ആ സമയത്ത്. അപ്പൊ അപ്പോഴാണ് ഒരു ചിന്ത വന്നത്. ഈ കുഞ്ഞിനെ ഒന്ന് മൂത്തവര് പഠിക്കുന്ന സ്കൂളിൽ കൊണ്ട് ഏറ്റവും ഇളയ ക്ലാസ്സില് പ്രായമായില്ലെങ്കിൽ പോലും അവിടെ ഇരുത്തിയാൽ ഈ TV-യിൽ നിന്ന് വിമോചനം കിട്ടാമല്ലോ എന്ന് ഞാൻ ഓർക്കുമായിരുന്നു. അതെല്ലാം ആ കുഞ്ഞിന്റെ വളർച്ചയിൽ സഹായിച്ചു. ദൈവം അത് സഹായിച്ചു. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ആ കുഞ്ഞിന്റെ വളർച്ചയിൽ മുഴുവൻ ആ കാര്യം അത് പറയാൻ സമയമില്ലല്ലോ. ദൈവം ആ കാര്യം ഉപയോഗിച്ചു എന്ന് ഞാൻ ചിന്തിക്കുക. അപ്പൊ ഈ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെക്കുന്നത് വേണ്ടാത്ത വേറൊരു പൈതലിന്റെ കാര്യം എനിക്ക് ഈയിടെ അറിയാം. മൊബൈൽ ഫോൺ ഇങ്ങനെ കാണാൻ കൊടുത്തിട്ട് ആ കുഞ്ഞ് അതിന്റെ അപ്പൻ തന്നെ പറയുന്നത്, ഞങ്ങൾക്ക് സമയമായി പഠിക്കുമായിരുന്നു, പല കാര്യങ്ങൾ ചെയ്യുമായിരുന്നു, അതുകൊണ്ട് ഫോൺ കുഞ്ഞിനെ കൊടുത്ത് ആ കുഞ്ഞിപ്പോ മുഖത്തോട്ട് പോലും നോക്കത്തില്ല. ഓട്ടിസംന്റെ ഒരു വളരെ മോശമായിട്ടുള്ള രീതിയിലോട്ട് ആ കുഞ്ഞ് പോയിരിക്കുക. എന്താണ് കാരണം എന്ന് അറിയത്തില്ല. പക്ഷെ അപ്പൻ തന്നെ പറയുന്നത് ഞങ്ങൾ അങ്ങ് ചെയ്തതാണ് ഇപ്പോഴത്തെ കാര്യം തോന്നുന്നു. ഞാൻ ഈ 2 കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. നമുക്കറിയാം ഒരു തെറ്റായിട്ടൊരു കൂട്ടുകെട്ട് ഇന്ന സ്ഥലത്ത് പോയാൽ ആ കുഞ്ഞിന് കിട്ടുമെന്ന്. ഒരു കാരണവശാലും ആ കുഞ്ഞിനെ അങ്ങോട്ട് വിടരുത്. ഒളിപ്പിച്ചു വെക്കേണ്ട ഉള്ള ആവശ്യം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. രണ്ടാമത്തെ 3 മാസം കഴിഞ്ഞപ്പോ പക്ഷെ ഇതിനകത്തെല്ലാം അവരുടെ ഉള്ളിൽ വന്നത് വിശ്വാസമായിരുന്നു. ഒന്നും ഭയപ്പെടാതെ ഒരു കാര്യം ആ രാജാവിനെ ഭയപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഈ വേൾഡ്ലി ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ചെറിയ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ എന്റെ കുഞ്ഞിനെ ബാധിക്കുമോ എന്നുള്ള ഒരു അവയർനെസ് നമുക്ക് വേണം. പക്ഷെ നമ്മൾ അതിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതാണ് എനിക്ക് പറയാൻ എന്റെ മനസ്സിൽ ദൈവം തന്ന കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാങ്ങണ പെട്ടകം വാങ്ങി അതിന് പശയും കീലും തേച്ചു. ഞാൻ അതൊക്കെ ചിന്തിക്കുമായിരുന്നു. ഈ കുഞ്ഞിനെ ഇനിയിപ്പോ ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല. ഈ കുഞ്ഞിനെ നീല നദിയിൽ എറിഞ്ഞേ പറ്റുള്ളൂ. അപ്പൊ ഈ ദൈവമക്കൾ എന്തോ ചെയ്തേ? അതിനകത്ത് അപ്പോൾ അവൾ ഒരു ഞാങ്ങണപ്പെട്ട, അതുകൊണ്ടാണ് എനിക്ക് ആ മദറിന്റെ ഇൻഫ്ലുവൻസ് പിന്നെയും തോന്നിയത്. അതായത് കുഞ്ഞിനെ നീല നദിയിലോട്ട് ഇടുന്നതിന് മുമ്പേ വളരെ ഉറപ്പാക്കി ബാഡായിട്ട് ആ നീല നദിയിലെ വെള്ളം അകത്തോട്ട് കയറത്തില്ല. നമുക്കറിയാം ആ നീല നദിയില് വളരെ ക്രോക്കഡൈൽസ് ഉള്ളൊരു സ്ഥലമാണ്. ഈ കുഞ്ഞിനെ ഒരു നിമിഷത്തിൽ ഈ ക്രോക്കഡൈൽ കടിച്ചു കീറാൻ സാധ്യതയുണ്ട്. പക്ഷെ അവിടെ എന്ത് ചെയ്തു? ഞാങ്ങണപ്പെട്ടം വാങ്ങി അതിന് പശയും കീലും തേച്ചു പൈതലിനെ അതിൽ കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു. ഒരു പേടിയും ഇല്ലാതെ ആ രാജാവിനെ ഭയപ്പെട്ടില്ലെങ്കിൽ, രാജാവാണ് ഉടനെ കൊല്ലുന്ന ആള്, എന്തിന് ക്രോക്കഡൈൽസിനെ പേടിക്കണം? അതിനകത്ത് വെച്ചു. അപ്പം ആ രണ്ടാമത്തെ സ്റ്റെപ്പിലും ആ അമ്മ ചെയ്ത ആ കാര്യം, കുഞ്ഞിനെ നമ്മുടെ മക്കളെ വേൾഡിലോട്ട് ഒരു സമയം വരെ നമുക്ക് ഒളിപ്പിച്ചു വെക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് വേൾഡിലോട്ട് ഇറക്കി വിടേണ്ട ആവശ്യമുണ്ട്. ആ സമയത്ത് നമുക്ക് പിന്നെയും വിശ്വാസത്താൽ കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് ഉറപ്പാക്കാം നമ്മുടെ സൈഡിൽ നിന്ന് എങ്ങനെ ഈ പശയും കീലും തേക്കാൻ പറ്റുമെന്ന്. ഞാൻ ഓർക്കുമായിരുന്നു, ദൈവവചനത്താൽ അവരെ വളർത്താം. പക്ഷേ വേൾഡ്ലി ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് വരാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ വചനം കൊണ്ട് അവരെ വളർത്താം. ദൈവത്തിന്റെ വചനം പറഞ്ഞു കൊടുക്കാം. ദൈവത്തിന്റെ വചനം വെച്ച് സീൽ ചെയ്യാം. ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന പ്രോമിസസ് നമുക്ക് വിശ്വസിക്കാം. അതാണ് നമ്മുടെ പശയും കീലും. അത് വളരെ എന്നെ ധൈര്യപ്പെടുത്തി. എന്ത് ചെയ്തു? നമുക്കറിയാം ഒരു യൗവനക്കാരൻ എങ്ങനെയാ വളർന്നു വരുന്നത് 119 സംഘത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്നത്, വളർന്നു വരുന്നത് ദൈവത്തിന്റെ വചനം തന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. നമുക്ക് ആ വചനം അറിയാൽ 119 സംഘത്തിന് അതിന് 11-ാം വാക്യമാണ്. അപ്പൊ ദൈവത്തിന്റെ വചനമാകുന്ന പശയും കീലും ഈ കുഞ്ഞിനെ വെച്ച് നമ്മൾ സീൽ ചെയ്ത് വെച്ചാല് ആ വചനത്താൽ ആ കുഞ്ഞ് വളരും. നമ്മൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. മൂന്നാമതായിട്ട് എനിക്ക് തോന്നിയത്, ദൈവം എന്റെ മനസ്സിൽ തന്ന ചിന്ത, ഈ കുഞ്ഞിനെ അവൾക്ക് കിട്ടി. ആ വിശ്വാസം ദൈവം എങ്ങനെ മാനിക്കാതിരിക്കാൻ പറ്റും? ഈ കുഞ്ഞിനെ ഞാൻ ഓർക്കുവായിരുന്നു, എത്ര മാതാപിതാക്കൾ ഉണ്ടായിരുന്നു ആ സമയത്ത്. അവരാരും ഇങ്ങനെ ചെയ്തില്ല. ഈ മാതാപിതാക്കൾ
സാത്താനെയോ സാത്താന്റെ സൈന്യത്തെയോ പേടിച്ചില്ല. അയ്യോ എന്റെ കുഞ്ഞ് എന്താവും, കുഞ്ഞിന് എന്താവും എന്ന് വ്യാകുലപ്പെട്ടില്ല. ചെയ്യേണ്ടിയ കാര്യങ്ങൾ ചെയ്യേണ്ടിയ സമയത്ത് ചെയ്തു. വേൾഡ്ലി ആയിട്ടുള്ള ഇൻഫ്ലുവൻസസ് വരാതെ ആദ്യം കാത്തു. അത് വരുന്ന സമയമായപ്പോഴത്തേക്കും ഞാൻ ഓർക്കുന്ന പല മാതാപിതാക്കളും ഇന്ത്യയിലും വെസ്റ്റേൺ കൺട്രീസിലും ഹോം സ്കൂളിംഗ് ചെയ്യുന്നത് അവരുടെ ഒരു ഉദ്ദേശം വേൾഡ്ലി ഇൻഫ്ലുവൻസസ് വരാതിരിക്കാനാ. ആക്ച്വലി ഞാൻ അങ്ങനെ ചെയ്യുന്ന എല്ലാ പേരൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ഏറ്റവും നന്നായിട്ട് വളരുന്നതായിട്ടാണ് കാണുന്നത്. നമ്മൾ വിചാരിക്കും അവർ മറ്റൊരുമായിട്ട് ഇന്ററാക്ട് ചെയ്യട്ടെ എന്ന്. ഇന്ററാക്ട് ചെയ്താൽ ആ കുഞ്ഞുങ്ങൾ നല്ലതാവുന്നു. പക്ഷെ ഒരു സമയമുണ്ട്, ഞാൻ എല്ലാവരും ഹോം സ്കൂളിംഗ് ചെയ്യണം എന്നല്ല പറയുന്നത്, പക്ഷെ ഒരു സമയമുണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ വേൾഡ്ലി ആയിട്ടുള്ള ഇൻഫ്ലുവൻസിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കേണ്ടത്. ഒരു സമയമുണ്ട് അവരെ പശയും കീലും ചേർത്ത് അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, പേടിക്കാതെ ചെയ്യേണ്ട ചുമതല മാതാപിതാക്കളുടെയാ. മൂന്നാമത്തെ കാര്യമാണ് കുഞ്ഞിനെ വളർത്താനായിട്ട് ദൈവം എത്ര അതിശയമായിട്ട് കയ്യിൽ കിട്ടി. ഞാൻ ഓർക്കുമായിരുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അവരെ എങ്ങനെ വളർത്തേണ്ടത്. മുല കൊടുത്ത് വളർത്തി നമ്മൾ എഴുതിയിരിക്കുന്നു. പൈതൽ വളർന്ന ശേഷം അവൾ അവനെ ഫറവോന്റെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുപോയി ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ കുഞ്ഞുങ്ങളെ റിലീസ് ചെയ്തേ പറ്റുള്ളൂ. റിലീസ് ചെയ്യേണ്ട സമയമാകുമ്പോൾ റിലീസ് ചെയ്യണം. പക്ഷെ ആ സമയത്ത് ആ കുഞ്ഞ് എങ്ങനെ വളർന്നു എന്നുള്ളത് തിരിച്ച് നമുക്ക് എബ്രായ ലേഖനത്തിൽ വരുമ്പോൾ കാണാൻ സാധിക്കും. എഴുതിയിരിക്കുന്നത് ഒന്നുകൂടെ നമുക്ക് വായിക്കാം. 24-ാം വാക്യം. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും, എനിക്കത് വായിച്ചപ്പോ വളരെ അനുഗ്രഹം തോന്നി. അതായത് ഇംഗ്ലീഷിലെ പാസിംഗ് പ്ലഷേഴ്സ് ഓഫ് സിൻ എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം ഈ ലോകം വഷളായി വന്നുകൊണ്ടിരിക്കുക. ആ വഷളായിരുന്ന ലോകത്തില് പാസിംഗ് പ്ലഷേഴ്സ് ഓഫ് സിന്നിനെക്കാട്ടിലും ഈ മോശ തെരഞ്ഞെടുത്തു. ഈ മോശയെ ഒരു ബാലനായപ്പോഴായിരിക്കും, എനിക്കറിയില്ല എത്ര വയസ്സായപ്പോഴാണ് തിരിച്ച് ഫറവോന്റെ കൊട്ടാരത്തിൽ കൊണ്ട്. ഒരു കാരണവശാലും അത് കഴിഞ്ഞ് അവൻ തിരിച്ച് അമ്മയുടെ അടുത്ത് പോയിട്ടില്ല. അവൻ അങ്ങനെ പോയി. പക്ഷെ അവന്റെ മനസ്സില് നമുക്ക് ആ ഭാഗമെല്ലാം നമുക്കറിയാം. ഇസ്രായേൽ മക്കളാണ് എന്റെ ജനം. ഹി വെന്റ് ടു വിസിറ്റ് ഹിസ് ബ്രദേഴ്സ് എന്നായിരിക്കുന്നത്. തന്റെ സഹോദരന്മാരെ വിസിറ്റ് ചെയ്യാൻ ചെന്നപ്പോഴാണ് ബാക്കി കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അവൻ അത് കഴിഞ്ഞ് ഒരു സന്ദേഹമില്ലായിരുന്നു. ഇത്രയും വർഷം ആക്ച്വലി ചരിത്രം പറയുന്നത് ഈ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് അങ്ങനെയാണ് വളർന്നത്. ഫറവോന്റെ പുത്രിക്ക് വേറെ മക്കളില്ലായിരുന്നു എന്നാ പറയപ്പെടുന്നത്. അപ്പോ അടുത്ത ഫറവോൻ ആകാൻ സാധ്യതയുള്ള ആളാണ് ഈ മോശ. ഇൻഫാക്ട് അവന് ചരിത്രം പറയുന്നത് പല യുദ്ധങ്ങളും ഈജിപ്തിൽ ഈ മിസ്രൈമിൽ അവൻ നയിച്ചു എന്നാ പറയുന്നത്. പക്ഷെ അതൊന്നും അവന്റെ കറക്റ്റ് ഐഡന്റിറ്റി എപ്പോഴും അവൻ അറിയായിരുന്നു. ഞാൻ ആരാണ്, ഞാൻ ആരുടെ മകനാണ്, ഞാൻ എന്റെ സഹോദരന്മാർ ആരാണെന്ന്. മാത്രമല്ല പാസിംഗ് പ്ലഷേഴ്സ് ഓഫ് സിൻ, അതായത് പാപത്തിന്റെ ഈ കാര്യങ്ങളല്ലേ നമുക്ക് എപ്പോഴും കുഞ്ഞുങ്ങളെ പറ്റി പേടിയുള്ളത്. പാപത്തിന്റെ ഭോഗത്തെ പറ്റി അവരെ പോവോ എന്നുള്ളത്. ഈ മദർ ഒരു പേടിയില്ലാതെ, ഈ ഫാദർ ഒരു പേടിയില്ലാതെ ഈ കുഞ്ഞിനെ ഫറവോന്റെ കൊട്ടാരത്തിലോട്ട് വിട്ടു. അവര് ആ അവരുടെ കയ്യിലുണ്ടായിരുന്നപ്പം അവര് കൊടുത്ത ആ ശിക്ഷണം, ദൈവിക ശിക്ഷണമാണ് ഈ മോശയെ നിലനിർത്തിയത്. മോശ എത്ര നാൾ നിലനിർത്തിയത്? അത് കഴിഞ്ഞിട്ട് ഈ മോശ അബ്രഹാമിനെയും യോഖേബെദിനെയും കൂടെ ജീവിക്കുന്നതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. എപ്പ കണ്ടു ഒന്നും നമുക്ക് അറിയത്തില്ല, കണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ 40 വയസ്സ് വരെ കൊട്ടാരത്തിൽ ജീവിക്കുവാൻ, അത് കഴിഞ്ഞ് 40 വർഷം വനാന്തരത്തിൽ ജീവിക്കുവാൻ, അത് കഴിഞ്ഞ് 40 വർഷം ലീഡറായിട്ട് ഇത്രയും വലിയൊരു ദേവദാസനായിട്ട് വളരുവാൻ ഈ അമ്മയപ്പന്മാർ കൊടുത്ത ശിക്ഷണമാണ്. അതിന് എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ 1 ആയിരിക്കാം, 2 ആയിരിക്കാം, 3 ആയിരിക്കാം, 4 ആയിരിക്കാം. ചിലപ്പോൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ജസ്റ്റ് വളർത്തിക്കൊണ്ട് വരാനായിരിക്കാം. സ്വന്തമായിട്ട് ജനിച്ച കുഞ്ഞുങ്ങൾ കാണത്തില്ലായിരിക്കും. ചിലപ്പം ഏതെങ്കിലും കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരാനായിരിക്കും. ചിലപ്പോൾ അങ്ങനെ എടുത്തു വളർത്തുന്നതും ഇല്ലായിരിക്കാം. നമ്മുടെ ഇൻഫ്ലുവൻസിലുള്ള കുഞ്ഞുങ്ങളോട് ഇന്ററാക്ട് ചെയ്യുന്നതായിരിക്കും. ഇവരെ നമ്മളെ കുറച്ച് നാളത്തേക്ക് നമ്മുടെ കയ്യിലോട്ട് ദൈവം ഏൽപ്പിക്കും. ആദ്യം അത് ഒളിപ്പിച്ചു വെക്കാനായിട്ട്, പിന്നെ അവരെ പശയും കീലും ഇട്ട് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, അത് കഴിഞ്ഞ് അവരെ മുല കൊടുത്ത് വളർത്താൻ എഴുതിയിരിക്കുമ്പോൾ ദൈവവചനമാകുന്ന പാല് കൊടുത്ത് അവരെ വളർത്തി. തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും ഈ പേരൻസ് പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരുന്നത്. അതെന്താ മോശ എന്താക്കിയെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. പാപത്തിന്റെ ഭോഗങ്ങൾ വേണ്ടാന്ന് വെക്കാൻ, ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുവാൻ. 25-ാം വാക്യം. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു. മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന അവന് ആ ട്രഷേഴ്സ് ഓഫ് ഈജിപ്തിനെക്കാട്ടിലും അവനറിയാൻ എടുക്കാൻ പോകുന്നത് നിന്നയാണെന്ന്. ഇന്റൻഷണൽ ആയിട്ട്, വിൽഫുൾ ആയിട്ട്
ആ നിന്ന ഏറ്റെടുക്കുവാൻ. എത്രയോ വർഷം കഴിഞ്ഞു മാതാപിതാക്കൾ വളർത്തിയിട്ട്, പക്ഷെ അത് മാറിപ്പോയില്ല. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങള് ഏത് സ്കൂളിൽ പഠിപ്പിക്കും, എങ്ങനെ വളർത്തിക്കൊണ്ട് വരും, ഏത് ഡ്രസ്സ് ഇടിയിക്കും, ഏത് ടോയ്സ് കൊടുക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ടോയ്സ് എന്റെ കുഞ്ഞിനും വേണം, അല്ലെങ്കിൽ അവർക്കുള്ളത് എനിക്കില്ലല്ലോ എന്നുള്ള ചിന്തയൊന്നും ഈ ഫറവോന്റെ അല്ല, ഈ മോശയുടെ അമ്മാപ്പന്മാർക്ക് ഉണ്ടായില്ല. ദൈവവചനത്തിൽ അവർ സ്ഥിരപ്പെടുത്തണമെന്ന് മാത്രമാണ്. നമ്മളിപ്പോ കുഞ്ഞുങ്ങളെ പറ്റി എന്താ ചിന്തിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഏറ്റവും ഒരു ഗവൺമെന്റ് സ്കൂളിലായിരിക്കും പഠിക്കുന്നത്, ചിലപ്പോൾ ഏറ്റവും വലിയ സ്കൂളിൽ. അതൊന്നും ഒരു വിഷയമല്ല. നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട. നമ്മുടെ സാഹചര്യം അനുസരിച്ച് ദൈവം അവരെ എവിടെ ചേർക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അവിടെ നമ്മൾ ചേർത്ത് പഠിപ്പിക്കുക. പക്ഷെ അതല്ല നമ്മുടെ ജോലി എന്ന് പറയുന്നത്. ഒരു മദറിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ആ കുഞ്ഞിനെ ദൈവവചനത്തിൽ സ്ഥിരപ്പെടുത്തി, ദൈവവചനത്തെ പറ്റി രാവും പകലും പറഞ്ഞു കൊടുത്ത് വളർത്തി ഒരു മോശയാക്കി തീർക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് അത് ചെയ്യാൻ പറ്റുമോ എന്ന് ഒരു ചാലഞ്ചായിട്ട് എന്റെ മുമ്പിൽ വരുമായിരുന്നു. ഞാൻ ഓർക്കുമായിരുന്നു, രാവും ഇപ്പൊ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങളെ ഗ്രാൻഡ് ചിൽഡ്രൻ ഞങ്ങളുടെ അടുത്ത് വരുന്നുണ്ട് പലപ്പോഴും. ഈ കുഞ്ഞിനെ കയ്യിൽ എന്റെ സമയത്ത് കുറച്ചു നേരത്തേക്ക് ചിലപ്പോൾ നോക്കാനായിട്ട് കിട്ടും. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ആ കുഞ്ഞിന് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, ഈ കുഞ്ഞിനെ വളർന്നു വരുമ്പോൾ അവൾക്ക് പാല് കൊടുക്കണം എനിക്കറിയാം, അവൾക്ക് ഭക്ഷണം കൊടുക്കണം അറിയാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്റെ പ്രാർത്ഥന ദൈവത്തോട് ഇടും. കർത്താവേ, ഈ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അങ്ങയുടെ ഒരു ദാസിയായിട്ട് വളരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ഓർക്കുക, ഈ ഫറവോന്റെ കൊട്ടാരത്തിൽ വളർന്ന മോശയെ ഒരു പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടി കഷ്ടമായിരിക്കും തിരഞ്ഞെടുക്കുവാൻ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ നിന്നാന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവം അങ്ങനെ അതിനെ കണക്കാട്ടത്. ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുവാൻ, ഇങ്ങനെ ആകുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കും. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് നമ്മുടെ മക്കളെ പറ്റി നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വലിയ പഠിപ്പ് വേണ്ട, നമുക്ക് വലിയ ജോലി വേണ്ട, നമുക്ക് വലിയ സ്ഥാനം വേണ്ട. നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവവചനം, നമുക്ക് കയ്യിൽ കിട്ടിയ ദൈവവചനം, നമ്മൾ അറിഞ്ഞ സത്യങ്ങള് നമുക്ക് പിന്നെയും പിന്നെയും പഠിച്ച് ഈ മുത്തുകൾ ദൈവം നമ്മുടെ മക്കൾക്ക് കൊടുക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അതിനെ സോക്ക് ചെയ്യാം. നമ്മൾ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഈ ഭാഗത്തിൽ മുഴുവൻ പറഞ്ഞിരിക്കുന്നത് മോശയുടെ കാര്യം പിന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്, അവൻ പേടിച്ചില്ല എന്ന്. എബ്രായ ലേഖനത്തിലും അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് മോശ പേടിച്ചില്ല എന്ന്. ഞാൻ ഓർക്കുമായിരുന്നു, ആ പേരൻസിന്റെ വിശ്വാസം ആ മോനിലോട്ട് വന്നു. പേടിക്കാതെ കാര്യങ്ങൾ ചെയ്യാൻ. അവനും വിറയലും പേടിയൊക്കെ ഉണ്ടായിരുന്നു ദൈവം അവനെ ഏൽപ്പിച്ചപ്പോഴേ. പക്ഷെ എന്നാലും ധൈര്യത്തോടെ മുമ്പോട്ട് പോവാൻ 120 വയസ്സ് വരെ ദൈവത്തിന്റെ ജനത്തെ ലീഡ് ചെയ്യുവാൻ ദൈവം ഉപയോഗിച്ചു. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ വചനം നമ്മളെ ഇന്ന് പഠിപ്പിച്ചത് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താം. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു സൗകര്യവും വേണ്ട. പാല് കുടിപ്പിക്കാൻ മാത്രമാണ് ആ മോശയുടെ അമ്മയുടെ കയ്യിൽ കിട്ടിയത്. ആ അവസരം അവള് വേണ്ടതുപോലെ ഉപയോഗിച്ചു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. ദൈവം നമ്മളെ സഹായിക്കും. Father, Lord, we thank you, we praise you. Thank you, Lord, for your word. Thank you, Lord, from Lord, the word, how, Lord, you have spoken to each one of us, Father. Help us, Father, Lord, to, Lord, not just to be hearers, but to be doers, Father. Help us always, Lord, to strive, to build ourselves with your word. And Lord, that word to be, Lord, help us, Lord, to be able to share to our children, the young ones, Lord, under our care, Father. Help each one of us to do that, Lord. Help us not to be overtly concerned about anything else, Father. Only one thing, as your word in Matthew 6:33 says, seek his kingdom first and everything else will be taken care. Kartave, Angan Kartave, Namle Sahai, Father, Lord, in our families, Lord, to be able to bring up children, Father, in your ways, so that, Lord, and to be able to pray for them, Lord, so that all our children, Lord, are, Lord, built up for your cause, for your kingdom, Lord. Thank you, Father, Lord. Many times, Lord, we have gone wrong. We have not done. Lord, forgive us and help us, Lord. Help each one of us, Lord, to Kartave, our Karila Tiritanu, Kartave, correctaitallam cheyanum, ellam Kartave, namale ellare sahayikkane. Especially I pray for the young moms with young children, Lord. Commit each one of them, Lord, at different stages of their life. Help us to do, Lord, to do the right thing and to please you and to live lives, Lord, which are Lord, as moms which are worthy, Father. In Jesus' name we pray. Amen. Praise the Lord.